പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ കാണാതായ സംഭവം ചെത്ലാത്തത്തിൽ പ്രതിഷേധം. ലക്ഷദ്വീപ് പോലീസ് കസ്റ്റഡിയിലെടുത്ത അബ്ദുൾ റഹ്മാൻ കടലിൽ കാണാതായ സംഭവത്തിൽ ചെത്ലാത്ത് നിവാസികൾ പ്രതിഷേധം ശക്തമാക്കി. അബ്ദുൾ റഹ്മാനെ കാണാതായി ഒരാഴ്ച കഴിഞ്ഞിട്ടും അന്വേഷണം ഒരു പുരോഗതിയുമില്ലാതെ മന്ദഗതിയിലായിരിക്കുന്നതിനെ പ്രതിഷേധിച്ച് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറുടെ കാര്യാലയത്തിലേക്ക് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. പോലീസിന്റെ ഭാഗത്തുനിന്നോ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നോ ഇവരുടെ കുടുംബത്തിന് യാതൊരു വിധമായ സഹായങ്ങളും ലഭിച്ചില്ല. ചെത്ലാത്ത് ദ്വീപിലെ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള വ്യക്തിയെ മിസ്സായിട്ട് ഇന്നേക്ക് 7 ദിവസം. ഇന്നാണ് സ്ക്യൂബ ഡൈവിംഗ് ടീം വരുന്നത്. അയാൾ ഒരു നല്ല ഇമേജ് ഉള്ള വ്യക്തിയല്ലായിരിക്കാം, പക്ഷെ എന്നിരുന്നാൽ തന്നെ അയാളുടെ പ്രിയപ്പെട്ട 2 മക്കൾക്കെങ്കിലും അയാൾ പ്രിയപ്പെട്ടവനായിരുന്നു. 7 ദിവസം കഴിഞ്ഞിട്ടാണ് മുങ്ങിത്തപ്പാൻ ഒരു ടീം പോലും വരുന്നത്. ലക്ഷദ്വീപ് വേറെ വല്ല രാജ്യവുമാണോ? ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിന് യാതൊരുവിധ ജീവന് ഉത്തരവാദിത്വവുമില്ലേ? മെന്റൽ ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സ കിട്ടാതെ കഴിയുന്ന ഒരുപാട് രോഗികൾ ലക്ഷദ്വീപുകളിലുണ്ട്. മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒരു ഇഷ്യൂസ് ആയിട്ട് പോലും തന്നെ കമ്മ്യൂണിറ്റി മര്യാദയ്ക്ക് കാണുന്നില്ല. ലക്ഷദ്വീപിൽ കവരത്തിൽ മാത്രമാണ് 1-2 കൗൺസിലേഴ്സും സൈക്കാട്രിസ്റ്റും ഉള്ളത്. യഥാർത്ഥത്തിൽ ലക്ഷദ്വീപിലെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസ് ശരിക്കും ഡോക്ടർലെസ് പേഷ്യൻസ് തന്നെയാണ്. ലക്ഷദ്വീപിലെ ഓഫീസുകളിലും മറ്റും ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന പല സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട്. പല പ്രശ്നങ്ങളുമുണ്ട്. അവർക്കും കൃത്യമായ ചികിത്സ കിട്ടേണ്ടതിന്റെ ആവശ്യകത ലക്ഷദ്വീപുകളിൽ ഉണ്ട് തന്നെ. കണക്ക് പ്രകാരം ഇന്ത്യയിലെ പോപ്പുലേഷന്റെ 6.9% മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണ്. ലക്ഷദ്വീപിലും സിമിലറോ അതിൽ കൂടുതലോ ആയിരിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. 7 ദിവസം കഴിഞ്ഞിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാനസിക അസുഖമുള്ള വ്യക്തി ആയതുകൊണ്ട് ഒരു സീരിയസ് ഔട്ട്ക്രൈ ജനങ്ങളിൽ നിന്നോ മറ്റാൾക്കാരിൽ നിന്നോ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സങ്കടകരം തന്നെ. 6 മണി കഴിഞ്ഞ് നാളെ ഒരു ആക്സിഡന്റ് നടന്ന് ഞാനോ നിങ്ങളോ ഹെലികോപ്റ്റർ വൈകി ചികിത്സ കിട്ടാതെ മരണപ്പെട്ടാൽ വിധി എന്ന് പറഞ്ഞ് വിധിയെ ചൊയിഞ്ഞു മാറുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. നമ്മളെ കൊണ്ടുപോയി കബറടക്കും, എന്നിട്ട് എല്ലാരും മറക്കും. കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണിത്. മലയാള മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണം കേരളത്തിലെ അർജുന് വേണ്ടി ലക്ഷദ്വീപുകാരും കൂട്ടക്കരച്ചിലായിരുന്നു. അതൊരു തെറ്റല്ല. എന്നിരുന്നാൽ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്കറിയാവുന്ന ഒരാൾ, അയാൾ ഇനി എങ്ങനത്തെ വ്യക്തിയായാലും അയാൾ മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കാണിക്കേണ്ട ഒരു സാമാന്യ ബുദ്ധിയും അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിലിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമുണ്ട്. അതുപോലും കാണിക്കാത്ത നമ്മൾ എത്രത്തോളം ഭീരുക്കളും ശരിയല്ലാത്തവരുമാണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. മാനസിക പ്രശ്നങ്ങളും വിഭ്രാന്തിയും ഒരു പ്രശ്നമാണെന്നും അവരെ കേൾക്കാൻ ആൾക്കാരുണ്ടാവണമെന്നും അവർക്ക് വേണ്ടി നിലകൊള്ളാൻ സമൂഹം തയ്യാറാവുകയും വേണമെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അബ്ദുറഹ്മാനെ ഉടനെ തന്നെ തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു.